നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിസ ഒരു പദവിയാണ്, അവകാശമല്ല. അമേരിക്ക വീണ്ടും അവരുടെ ജനത്തെ ഓർമ്മപ്പെടുത്തുന്നു. അമേരിക്കക്കാരെ കൊല്ലുന്ന തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നതും വിസ നിഷേധിക്കാനുള്ള കാരണമാണ്. സാമാന്യ ബുദ്ധിയുള്ള സുരക്ഷയാണ് അമേരിക്ക ഇപ്പോൾ നോക്കുന്നത്. ഏറെ വ്യത്യസ്തമായ ഒരു പുറത്താക്കലാണ് ഇന്നലെ അമേരിക്ക നടത്തിയത്. ടാറ്റ ബൈ ബൈ റാഷ എന്നൊരു സമൂഹ മാധ്യമ പോസ്റ്റിട്ട് ഒരു ലെബനീസ് ഡോക്ടറെ അമേരിക്ക ഡീപ്പോർട്ട് ചെയ്തു. ലെബനീസ് ഡോക്ടർ റാഷ അലവിഹിൻ്റെ നാടുകടത്തലിനെ കുറിച്ച് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിൻ്റെ ഒരു പോസ്റ്റാണ് ഏറെ അമേരിക്കക്കാർക്ക് ചിരി ഉണർത്തിയത്. ടാറ്റ ബൈ ബൈ റാഷ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, ഒപ്പം ട്രംപ് കൈവീശുന്ന ഒരു ഫോട്ടോയും. ഡൊണാൾഡ് ട്രംപ് ഒരു ഡ്രൈവ് ത്രൂ വിൻഡോയിൽ നിന്ന് കൈവീശുന്ന ഫോട്ടോയ്ക്കൊപ്പമാണ് ഈ പുറത്താക്കൽ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നതും. റോഡ് ഐലൻഡിൽ ജോലി ചെയ്യുന്ന വൃക്ക മാറ്റിവെക്കൽ വിദഗ്ധയായ ഡോക്ടർ റാഷയാണ് ഏറ്റവും ഒടുവിൽ അമേരിക്ക പുറത്താക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ബോസ്റ്റൺ ലോഗൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അലവിഹീനെ കസ്റ്റഡിയിലെടുക്കുകയും ഹിസ്ബുള്ളയുമായി ബന്ധമുണ്ട് എന്ന് US അധികൃതർ കണ്ടെത്തുകയും ചെയ്തു. DHS പറയുന്നതനുസരിച്ച് ഫെബ്രുവരി 23 ലെബനിലേക്കുള്ള ഒരു യാത്രയ്ക്കിടെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതായി അവർ തുറന്നു സമ്മതിച്ചു. നസ്രുള്ളയുടെയും ഇറാൻ ആത്മീയ നേതാവിൻ്റെയും ഫോട്ടോകൾ ഫോണിലെ രഹസ്യ ഫോൾഡറിൽ അവർ ഒളിപ്പിച്ചിരുന്നു. 34-കാരിയാണ് റാഷ. ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. H-1B വിസയിലാണ് അമേരിക്കയിലെത്തിയത്. മുമ്പ് റോഡ് ഐലൻഡിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടയിൽ 48 മണിക്കൂർ നോട്ടീസ് നൽകാതെ അവരെ അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് US ജില്ലാ ജഡ്ജി ലിയോ സിറോക്കിൻ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ആ വിധി അധികാരികളുടെ കയ്യിൽ എത്തുന്നതിന് മുൻപ് തന്നെ റാഷയെ അവർ പുറത്താക്കി. വിമാനം പുറപ്പെട്ടതിന് ശേഷമാണ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് ലഭിച്ചതെന്നാണ് സർക്കാർ അഭിഭാഷകൻ പറയുന്നത്. നസ്രുള്ളയുടെ രാഷ്ട്രീയത്തിനോ സൈനിക പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയല്ല അവർക്ക് അമേരിക്ക വിസ നൽകിയത്. മതപരവും ആത്മീയവുമായ പഠിപ്പിക്കലുകൾക്കായി ആണ് താൻ അദ്ദേഹത്തെ പിന്തുടർന്നത് എന്ന് റാഷ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നതായി അമേരിക്ക കണ്ടെത്തി. ബോസ്റ്റണിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് എന്തുകൊണ്ടാണ് ഫോണിലെ ജനറൽ ഫോൾഡറിൽ സൂക്ഷിച്ചിരുന്ന നസ്രുള്ളയുടെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തത് എന്ന ചോദ്യത്തിന് അവർക്ക് വ്യക്തമായ ഉത്തരമില്ല. തീവ്രവാദ ബന്ധമുള്ളവരെ തേടിപ്പിടിച്ച് ഇപ്പോൾ ശക്തമായ നടപടികളാണ് അമേരിക്ക കൈക്കൊള്ളുന്നത്. ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ ബന്ധം ആർക്കെങ്കിലും മേൽ സംശയമുനയായി പതിച്ചാൽ അവരൊക്കെ അമേരിക്കയിൽ നിന്ന് തെറിക്കുന്ന കാഴ്ച. ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് പുറത്തായ രഞ്ജനി ശ്രീനിവാസൻ തനിക്ക് സംഭവിച്ചതെന്ത് എന്ന് വളരെ വിശദമാക്കി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. 8 ദിവസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച, ആദ്യമായി 3 പേരടങ്ങുന്ന ഫെഡറേഷൻ ഇമിഗ്രേഷൻ ഏജന്റുമാർ തൻ്റെ റൂമിൻ്റെ വാതിലിൽ മുട്ടി എന്നവർ പറയുന്നു. പക്ഷെ താൻ വാതിൽ തുറന്നില്ല. തൊട്ടടുത്ത ദിവസം രാവിലെ അവർ അവിടെ വീണ്ടും എത്തി. അതിനു മുൻപ് തന്നെ എൻ്റെ പൂച്ചക്കുട്ടിയെ സുഹൃത്തിനെ ഏൽപ്പിച്ച് കയ്യിൽ കിട്ടിയതൊക്കെ വാരിക്കെട്ടി ന്യൂയോർക്കിലെ ലാഗ്വാർഡിയ വിമാനത്താവളത്തിൽ നിന്ന് കാനഡയിലേക്ക് ഞാൻ വിമാനം പിടിച്ചു. പലസ്തീൻ അനുകൂലി എന്നാരോപിച്ചാണ് അമേരിക്കൻ ഭരണകൂടം തൻ്റെ വിസ റദ്ദാക്കിയതെന്ന് രഞ്ജനി ശ്രീനിവാസൻ പറയുന്നു. അമേരിക്കയിൽ തുടരാനുള്ള സാഹചര്യം ഇല്ലാതായി എന്ന് മനസ്സിലാക്കിയതിന് തൊട്ടു പിന്നാലെ ആഭ്യന്തര സുരക്ഷാ വകുപ്പിൻ്റെ CBP ആപ്പ് ഉപയോഗിച്ച് രാജ്യം വിടാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് പെട്ടെന്ന് വിമാനത്തിൽ കാനഡയിലേക്ക് പോയത്. നേരത്തെ ഇസ്രയേൽ പലസ്തീൻ ആക്രമണങ്ങളെ അപലപിച്ച് ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിൽ ഇസ്രായേലിനെതിരായി പ്രതിഷേധം സംഘടിപ്പിച്ച മഹ്മൂദ് ഖലീലിനെ ട്രംപ് ഭരണകൂടം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് രഞ്ജനി ശ്രീനിവാസൻ അടക്കമുള്ള നിരവധി വിദ്യാർത്ഥികളിലേക്ക് അധികൃതരുടെ നടപടികൾ നീണ്ടത്. പലസ്തീൻ ഹമാസ് അനുകൂലി എന്നതായിരുന്നു ട്രംപ് ഭരണകൂടത്തിൻ്റെ ആരോപണം. കേവലം സ്റ്റുഡൻറ് വിസയുടെ മാത്രം ബലത്തിൽ അമേരിക്കയിൽ കഴിയുന്ന തനിക്കെതിരെ ഏതറ്റം വരെ വേണമെങ്കിലും അധികൃതരുടെ നടപടികൾ നീണ്ടേക്കാം എന്ന് താൻ തിരിച്ചറിഞ്ഞുവെന്നാണ് രഞ്ജനി പറയുന്നത്. അതുകൊണ്ട് 1-2 തവണ രഞ്ജനിയുടെ വീട്ടുവാതിലിൽ മുട്ടിയ ഉദ്യോഗസ്ഥർ 3-ാം തവണ അറസ്റ്റ് വാറണ്ടുമായി വരുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നു. വാതിൽ തുറന്ന് അപ്പാർട്ട്മെൻറ്റിൽ പ്രവേശിച്ചപ്പോൾ മാത്രമാണ് രഞ്ജനി രക്ഷപ്പെട്ട വിവരം അവർ തിരിച്ചറിഞ്ഞത്. അക്രമത്തിനും ഭീകരതയ്ക്കും വേണ്ടി വാദിച്ചുവെന്ന് ആരോപിച്ച് മാർച്ച് 5-ാം തീയതി രഞ്ജനിയുടെ വിസ റദ്ദാക്കിയിരുന്നു. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് നേടിയാണ് രഞ്ജനി ശ്രീനിവാസൻ കൊളംബിയ സർവകലാശാലയിൽ നഗരാസൂത്രണ വിഭാഗത്തിൽ ഗവേഷണ വിദ്യാർത്ഥിനിയായി എത്തിയത്. ക്യാമ്പസിൽ നടന്ന പലസ്തീൻ അനുകൂല റാലിയിൽ പങ്കെടുത്തതാണ് രഞ്ജനിക്കെതിരെയുള്ള ഇപ്പോഴത്തെ നടപടികൾക്ക് ആധാരം.
ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ രഞ്ജനിയുടെ അപ്പാർട്ട്മെന്റിൽ എത്തിയതിന് തൊട്ടടുത്ത ദിവസം തന്നെ കൊളംബിയ സർവകലാശാലയിലേക്കുള്ള അവരുടെ പ്രവേശനവും പൂർണ്ണമായി തടഞ്ഞിരുന്നു. ഇതിന്റെ കാരണം തിരക്കിയപ്പോൾ വിസ റദ്ദാക്കി എന്ന വിവരമാണ് രഞ്ജനിക്ക് കിട്ടിയത്. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയില്ല, വിശദീകരണം ആവശ്യപ്പെടുക പോലും ചെയ്തില്ല എന്നാണ് രഞ്ജനി പറയുന്നത്. അമേരിക്ക ഭീകര സംഘടനയായി പരിഗണിക്കുന്ന ഹമാസിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു എന്നാരോപിച്ച് രഞ്ജനിയെ ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്ന വ്യക്തിയാക്കി ചിത്രീകരിച്ചുവെന്നാണ് അവരിപ്പോൾ പറയുന്നത്. ഇത് വ്യക്തമാക്കിക്കൊണ്ട് ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഒരു പ്രസ് നോട്ടും പുറത്തിറക്കിയിരുന്നു. ഈ യുവതിയുടെ പലായനത്തെ സ്വയം നാടുകടത്തലെന്നാണ് അമേരിക്ക വിശേഷിപ്പിച്ചത്. അമേരിക്കയിൽ താമസിച്ച് പഠിക്കാൻ കഴിയുന്നത് ഒരു സവിശേഷമായ പദവിയാണ്. എന്നാൽ നിങ്ങൾ അക്രമത്തിനും ഭീകരതയ്ക്കും അനുകൂലമായി നിലപാട് സ്വീകരിച്ചാൽ ഈ പദവി നഷ്ടപ്പെടുമെന്ന് US ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിയായ ക്രിസ്റ്റീനോം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ആദ്യമായല്ല ഈ യുവതിക്കെതിരെ ഇപ്പോൾ നടപടികൾ ഉണ്ടാകുന്നത്. ഏതാണ്ട് 1 വർഷം മുൻപ് ആദ്യമായി രഞ്ജനിക്കെതിരെ പോലീസ് നടപടികളുണ്ടായി. പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ സർവകലാശാലയിലെ ഹാമിൽട്ടൺ ഹാളിൽ പ്രതിഷേധം സംഘടിപ്പിച്ച ദിവസം പ്രധാന കവാടത്തിൽ വെച്ച് രഞ്ജനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. താൻ പ്രതിഷേധത്തിൽപ്പെട്ടയാളല്ല, താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രതിഷേധക്കാരുടെ ബാരിക്കേഡുകൾക്കിടയിൽ പെട്ടുപോയതാണ് എന്ന് പോലീസിനന്ന് രഞ്ജനി മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് പോലീസ് ഒട്ടും ചെവിക്കൊണ്ടില്ല. 2 കേസുകളാണ് രഞ്ജനിക്കെതിരെ അവർ ചുമത്തിയത്. പഠനത്തിനും ഗവേഷണത്തിനുമായി അമേരിക്കയിലെത്തുന്ന വിദ്യാർത്ഥികൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാവുകയോ വിവാദമായ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്താൽ അവർക്ക് അനുവദിച്ചിട്ടുള്ള സ്റ്റുഡൻറ് വിസ റദ്ദാക്കാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അധികാരമുണ്ട്. എന്നാൽ ഇപ്പോൾ കൊളംബിയ സർവകലാശാലയിൽ നടക്കുന്നത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന കർശന നടപടികളാണ്. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും അണിയിച്ചാണ് US തങ്ങളുടെ രാജ്യത്ത് അനധികൃതമായി തുടരുന്നവരെ നാടുകടത്തിയത്. ഏതൊരു മനുഷ്യനും അനുതാപത്തോടെ മാത്രം കാണാനാവുന്ന പല മനുഷ്യരുടെയും നിസ്സഹായാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന ചിത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഇതൊക്കെ തന്നെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് കയ്യിൽ കിട്ടിയതൊക്കെ വാരിയെടുത്ത് താൻ കാനഡയിലേക്ക് സ്ഥലം വിട്ടത് എന്ന് രഞ്ജനി പറയുന്നു. ചെന്നൈയിലെ US കോൺസുലേറ്റിൽ നിന്നാണ് മാർച്ച് 5-ന് തൻ്റെ വിസ റദ്ദാക്കിയത് അറിയിച്ചുകൊണ്ടുള്ള മെയിൽ ലഭിച്ചത്. കാരണം അറിയാഞ്ഞതിനാൽ സർവകലാശാലയിലെ രാജ്യാന്തര വിദ്യാർത്ഥികൾക്കായുള്ള ഓഫീസുമായി ബന്ധപ്പെട്ടു. US-ൽ തുടരുന്ന കാലത്തോളം ഗവേഷണം തുടങ്ങാനാവുമെന്നാണ് അവർ അറിയിച്ചത്. പക്ഷേ ആ വാക്കുകൾക്ക് അല്പായുസ് മാത്രമായിരുന്നു ബലം. എന്തായാലും ഏതെങ്കിലും തലത്തിൽ ഹമാസുമായോ പലസ്തീനുമായോ ഇനി ഹിസ്ബുള്ളയുമായോ ഹൂതികളുമായോ മറ്റേതെങ്കിലും ഭീകര സംഘടനകളുമായോ ആശയപരമായോ ഏതെങ്കിലും തലത്തിൽ അനുതാപപൂർവമായോ ഒരു ബന്ധം പുലർത്തിയാൽ അമേരിക്കയിൽ നിന്ന് സ്റ്റുഡൻറ് വിസയൊക്കെ റദ്ദാക്കി അവർ രാജ്യരാമാനം നിങ്ങളെ നാടുകടത്തുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശക്തമായ നിലപാടുകൾ, ട്രംപിൻ്റെ മരണക്കളി തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.